ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ മോളൂസിന് ഒരു പട്ടുപാവാട തയ്ക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെഷീന് കുറച്ച് റിപ്പയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മോട്ടർ കുറച്ച് വലിവ് കുറവായിരുന്നു. അപ്പോൾ വലിവ് ഇങ്ങനെ അടിക്കാത്ത പ്രശ്നമായതുകൊണ്ട് തന്നെ ഞാൻ കാലായിട്ട് അടിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് ആ മോട്ടറിൻ്റെ വയറൊക്കെ ഊരിട്ടു കേട്ടോ. മോളൂസും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. ഒരു മെഷീൻ്റെ ചിരടൊക്കെ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ കുളത്തൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. അപ്പോൾ കയ്യിലൊക്കെ ആകെ കരിയായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കീലും കാര്യങ്ങളൊക്കെ ആയിട്ട്. സിസറ് മൂർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ കുറേ ഒന്ന് എൻ്റെ കയ്യിൻ്റെ ബലം കൊണ്ടാണ് കേട്ടോ അത് മുറിഞ്ഞ് കിട്ടിയത്. ഇനി സിസറൊന്ന് നമുക്കൊന്ന് മൂർച്ച കൂട്ടി കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ മെഷീനിൽ ത്രെഡൊക്കെ കോർത്തിട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമാണ് നമ്മൾ സ്വന്തമായി തയ്ക്കുക എന്ന് പറയുന്നത് കേട്ടോ. നേരം പോകാനായാലും നമുക്ക് വേറെ ചിന്തകളൊന്നും വരാതിരിക്കാനായാലൊക്കെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഒരു ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന നിമിഷങ്ങളാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ പട്ടുപാവാട അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീതി 34 ആണ് കേട്ടോ. 34 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ എടുക്കുന്നത്. കാരണം ഞെറി ഇട്ടിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ 34 സെൻറ്റിമീറ്റർ എന്തായാലും എടുക്കണം. പിന്നെ പാവാടക്ക് വേണ്ട ലെങ്ത്ത് ഞാൻ 17 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. ബാക്കി ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരയുടെ ഭാഗത്തേക്ക് പട്ട വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ആ പീസിട്ട്. ഇനി നമുക്ക് പട്ടയുടെ ഭാഗത്തേക്ക് വേണ്ട 4.5 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീതി അതാണ് കേട്ടോ. പിന്നെ അരയുടെ അവിടേക്കുള്ള അളവ് 21 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം 2 സൈഡിലും അര വിട്ടിട്ട് വേണം നമുക്ക് അതിൻ്റെ അരഭാഗം അടിച്ചെടുക്കാൻ കേട്ടോ. നല്ല ഭാഗം വെച്ചിട്ട് അതിൻ്റെ സൈഡ് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഈ ക്ലോത്തിൻ്റെ 2 അറ്റം ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഞെറിയിട്ടിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. സെയിം ആ ഫസ്റ്റ് എടുത്ത അതേ ഞെറിയിൽ തന്നെ പിന്നെ എടുത്തിട്ട് വേണം നമ്മൾ ഞെറി അടിക്കാൻ കേട്ടോ. അതിന് ശേഷം നമുക്ക് പട്ട അടിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് പട്ട അടിക്കുമ്പോൾ നമ്മൾ അര വിട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ. എന്നിട്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ അളവിൽ അത് മടക്കിയെടുക്കാം. എന്നിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗം കൂടുതലുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് അതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് 2 ഭാഗം കൂടിയിട്ടൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ നിന്നാണ് ഞാൻ അടിച്ചു തുടങ്ങുന്നത്. അടിയിൽ നിന്ന് മേൽ വരെ മുട്ടുണ്ട്. അതിൻ്റെ കുറച്ചൊരു 4 സെൻറ്റിമീറ്ററൊക്കെ വിട്ടിട്ട് ആ ഒരു ഗ്യാപ്പിൽ അടിച്ചു വെച്ചാൽ മതി കേട്ടോ. അതുപോലെ 2 അടി ഇവിടെ കൊടുക്കണം കേട്ടോ. പിന്നെ പാവാടക്ക് കുളത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ മടക്കാക്കിയിട്ടൊരു 3 മടക്കിൽ വെച്ചിട്ട് ഇങ്ങനൊരു പീസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ അത് അരയുടെ അവിടെ പട്ടയുടെ മുകളിൽ വെച്ചിട്ട് അത് തയ്ച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ പട്ടുപാവാട തയ്ച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഓക്കെ.